ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ അടിപൊളി പാലപ്പമാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ കറി കണ്ടാൽ തന്നെ വായിന്ന് വെള്ളം വരും കേട്ടോ, അത്ര ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ അത് കഴിക്കാനായിട്ട്. വെറുതെ ഒരു അപ്പെടുത്ത് കഴിച്ചിട്ട് കറിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് വരില്ല. നാളികേരപ്പാൽ ഒഴിച്ചിട്ട് കറി കൂട്ടി കഴിക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ട് കേട്ടോ. 1.5 കിലോ തന്നെ ഇല്ല, കുറച്ച് കുറവ്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ തന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1/2 മുറി നാരങ്ങ നീര് പിടിയാട്ടോ, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഒന്ന് പറ്റി പിടിച്ചിരിക്കാൻ കേട്ടോ, ചിക്കനും ഒരു പറ്റി പിടിച്ചിരിക്കാൻ. കോൺഫ്ലവർ ഇട്ടിട്ടെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയിലൊന്നും അധികം ഒന്നും ആവില്ല കേട്ടോ, അതിന് കോൺഫ്ലവർ. 1 ടീസ്പൂണ് പെരിഞ്ജീരകം. കുറേ ചിക്കൻ മസാല മറ്റേ മസാലകളൊന്നും ഇടുന്നില്ല, പെരിഞ്ജീരകം മാത്രമേ ഇടുന്നുള്ളൂ, കുരുമുളക് പൊടി. അപ്പോൾ അത് വറുത്തെടുക്കാം. സൺഫ്ലവർ ഓയിലിനോട്ട് ഒഴിക്കണത്. എപ്പോഴും നമ്മൾ വറവ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതുപോലെ ഓയിലിൽ വറുത്തെടുക്കുന്നത് കേട്ടോ നല്ലത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ അങ്ങനെ കുറേ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടി പെട്ടെന്ന് കുടിക്കും. വറക്കാനൊക്കെ എപ്പോഴും സൺഫ്ലവർ ഓയിൽ നല്ലത്. അപ്പോൾ ഇത് വറുത്തെടുക്കും. നല്ലോണം ഫ്രൈ ആക്കിയാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ട് എടുക്കാം കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മൊരിയാതെ വേണമെങ്കിൽ എടുക്കാം, നല്ലോണം മൊരിഞ്ഞിട്ട് എടുക്കാം. രണ്ടായാലും ടേസ്റ്റിന് കുറവുണ്ടാവില്ല. ഇപ്പോൾ ഇപ്പോഴേ വറുത്ത് വെച്ചപ്പോൾ അതിന് കാൽഭാഗമൊക്കെ പോയിട്ടാ മൊരിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതിട്ട് കൊടുക്കാം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തിട്ട് കൊടുക്കാം. ഇതും ഏകദേശം ആയിട്ടുണ്ട്, എടുക്കാം കേട്ടോ. ഇനി സവാള, നമ്മൾ 1.5 കിലോൻ്റെ അടുത്താണല്ലോ ചിക്കൻ എടുത്തത്. അതിലേക്ക് 3 വലിയ സവാള കൈ കൊണ്ട് ഞെരട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇളക്കി വഴറ്റി കഴിക്കട്ടെ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പാടിക്കിട്ടും. അതിലേക്ക് 2-3 പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. മുന്നേ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് വറുത്തത്, അല്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതും ഒഴിക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വാടി വരട്ടെ. കുറച്ച് ഇളക്കി പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ, നല്ല അടിപൊളിയാണ്. അറിയാത്തവർ മാത്രം ഉണ്ടാക്കുക, അറിയണവർക്ക് പിന്നെ ഉണ്ടാക്കുക, അവർക്കറിയാലോ. ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കണുള്ളൂ. കുറേ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ മല്ലിക്കത്തിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ, മല്ലിക്കത്ത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുന്നേ ഇട്ടിട്ടുണ്ട്, വീണ്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ, നല്ലൊരു കളർ കിട്ടും. ഞാൻ അപ്പോൾ അത് അധികം വാങ്ങിക്കാറില്ല, എന്താ വെച്ചാൽ ഈ മുളക് പൊടിക്ക് തന്നെ നല്ലൊരു കളറുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി മേടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ അരച്ചത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും കേട്ടോ, സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കാനൊക്കെ പോകണ്ടേ, നമ്മൾ അരച്ച് ഇവിടെ സ്റ്റോർ ചെയ്യും. ഇതൊന്ന് എണ്ണതരിഞ്ഞൊക്കെ ഇത് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, നല്ലോണം പൊടിച്ച പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഇത്രയ്ക്കാന്ന് പറയാൻ പറ്റില്ല, ഓരോ കുരുമുളക് പൊടിക്കും ഒരേ എരിവാണ് കേട്ടോ. പുതിയ മുളക് പൊടിക്ക് ഭയങ്കര എരിവായിരിക്കും. കുരുമുളക് പൊടിച്ച പൊടി ഉണ്ടല്ലോ. ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒന്ന് വാടി വരട്ടെ. വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് കുക്കറിൽ തൊട്ടൊന്ന് വേവിച്ചെടുക്കാം, പെട്ടെന്ന് ആയി കിട്ടും.
അപ്പം അങ്ങനെ വേവിക്കണമെങ്കിൽ വേവിക്കാം. ഞാൻ പിന്നെ കുക്കർ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. കുക്കറിൽ ആ മസാല മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അപ്പത്തിലേക്കുള്ള പാലുണ്ടല്ലോ, നാളികേരപ്പാൽ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് വറ്റി വന്നപ്പോഴാണ് രുചി കൂടുതൽ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം ഒഴിച്ചാൽ മതി. കട്ടിപ്പാൽ 1/2 ഗ്ലാസ് ഒഴിച്ചാൽ. പ്രത്യേകിച്ച് മസാലപ്പൊടി ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പെരിഞ്ജീരകം മാത്രം ഇട്ടിട്ടുള്ളൂ, കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇല വെച്ചിട്ട് ഒന്ന് മൂടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. പൊടിക്കും ഇത് ആയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. ഞാനിത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കിട്ടി നല്ലൊരു എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ കുറച്ചും കൂടി തെളിഞ്ഞ് വരാനുണ്ട്. ഇനി അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നാളികേരപ്പാൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇളക്കി ഒന്ന് അമർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇത് അപ്പുറത്ത് സ്റ്റൗമേക്ക് മാറ്റിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കാം. വട്ടയപ്പത്തിന് കലക്കി വെച്ചതാണ് കേട്ടോ അത്. ഇതാണ് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വട്ടപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. വട്ടയപ്പത്തിൻ്റെ ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ കള്ളില്ലാതെ കള്ളപ്പം ഉണ്ടാക്കുന്നതൊക്കെ അതിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവർക്ക് വട്ടയപ്പം വേണ്ട, വെള്ളപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലപ്പം പാലൊഴിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയിരിക്കണം. പാലപ്പത്തിലേക്ക് അപ്പോൾ പാല് പിഴിഞ്ഞ് ഇങ്ങനെ ഒഴിക്കൂലോ, അതും കൂടി കൂട്ടിയിട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതായിട്ടുണ്ട്, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നാളികേരപ്പാലൊക്കെ ഒഴിച്ച് എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നപ്പോൾ അടിപൊളി കേട്ടോ. കഴിക്കാനാണെങ്കിൽ സൂപ്പറാണ്. പകർത്താം, ഒരു പ്ലേറ്റിലോട്ട് പകർത്താം. നല്ലോണം മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും അല്ലേ. ഇത് നമ്മൾ ചിക്കൻ മസാല ഇട്ടില്ലേ, ഗരം മസാല ഇട്ടില്ലേ, പെരിഞ്ജീരകം മാത്രമേ ഉള്ളൂ കേട്ടോ. കുരുമുളക് പൊടി പെരിഞ്ജീരകം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു നാടൻ കോഴിക്കറിയുടെ ടേസ്റ്റ് വരും കേട്ടോ. അതാണ് അങ്ങനെ ഇട്ടത്. കുറച്ച് നാളികേരത്തിൻ്റെ പാല് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് അത് കഴിക്കുക കേട്ടോ. അങ്ങനെ കഴിച്ച് നോക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ.